നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 476 476. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 476. കഴിഞ്ഞ എപ്പിസോഡിൽ സർഗം 221 ഹരിചന്ദ്രചരിതം, അതിലെ അവസാനത്തെ ശ്ലോകം 29 പറഞ്ഞു നിർത്തി. ആവിധം നൃപതി സത്യനിഷ്ഠയാൽ തന്നെയാർന്ന് ഭഗവത് പദാംബുജം കേൾക്കുമേവരിൽ ഇത് ഏതുകാലവും പുണ്യമേറ്റി വിലസും യശോധനൻ. യശോധനൻ യശസ് ധനമായിട്ടുള്ളവൻ എന്നർത്ഥം പറയണം. യശസ് ശ്രേയസ് എന്നർത്ഥമായി. അപ്പോൾ ആവിധം മുമ്പ് പറഞ്ഞ പോലെ നൃപതി രാജാവ് സത്യനിഷ്ഠയാൽ, ഇന്ന് നമ്മൾക്ക് ഇല്ലാത്തതാണത്. ഇന്നതില്ല. കാരണം സത്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം അറിയണം. സത്യം എന്ന് പറഞ്ഞാൽ കേട്ടതും കണ്ടതും അല്ല, അനുഭവിച്ചതാണ് സത്യം. കണ്ടതും കേട്ടതും ശരിയായിക്കൊള്ളണമെന്നില്ല. എൻ്റെ മകളെ അറിയാത്ത ആൾക്കാർ ഞാൻ നടന്നു പോകുമ്പോൾ മകൾ എൻ്റെ കൈ പിടിച്ച് നടക്കുകയോ അല്ലെങ്കിൽ അവളുടെ കൈ ഞാൻ പിടിച്ച് നടക്കുകയോ ചെയ്താൽ സാധാരണ ഒരാൾക്ക് എന്താ തോന്നുക? ഈ തോന്നലാണല്ലോ ഈ പ്രശ്നം മുഴുവൻ, ഇല്ലേ? ഒരാൾ എപ്പോഴും ചിരിച്ചും കളിച്ചുകൊണ്ടാണ്. എന്താ നമ്മൾ അയാളെ പറ്റി വിചാരിക്കുക? അയാൾക്കൊരു പ്രശ്നമില്ല എന്നാണ്. അങ്ങനെയല്ല. പ്രശ്നങ്ങളെ അതിജീവിക്കാൻ പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അതിജീവിക്കാൻ മയക്കുമരുന്നും കള്ളും കുടിച്ച് ദുഃഖപുത്രന്മാരായിട്ടിരിക്കുന്നവർക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വേവ് ലെങ്ത് എന്താണെന്ന് വിചാരിച്ചാൽ അനുഭവം ഗുരു. അനുഭവം വേണം. ധർമ്മം എന്താണെന്ന് അറിയണം, അധർമ്മം എന്താണെന്ന് അറിയണം. അപ്പോൾ എന്തോട്ടെ. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നതിൻ്റെ ഈ ചരിത്രം വായിക്കുന്നവർക്ക് ഭക്തി ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. അപ്പോൾ ഇത് വായിക്കാതെ എങ്ങനെയാണ് ഇപ്പോഴത്തെ സപ്താഹം, ഇല്ലേ? എങ്ങനെയാണ് സപ്താഹങ്ങൾ നടക്കുന്നത്? ഓഡിയൻസിൽ എത്ര ആളുടെ അടുത്ത് ഗ്രന്ഥം ഉണ്ടാവാറുണ്ട്? എന്തുകൊണ്ട് ഗ്രന്ഥം ഉണ്ടാവണില്ല? കാശ് കൊടുത്തതും ഉണ്ടാകുമോ? 10,000 20,000 കൊടുത്തത് കൊണ്ട്, അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ കൃഷ്ണവിഗ്രഹം വീട്ടിലെത്തിയത് കൊണ്ട് നമ്മൾക്ക് പ്രശ്നം തീരുമോ? മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ വായിച്ചത് കൊണ്ടോ പോക്കറ്റിലിട്ടത് കൊണ്ടോ കാര്യം നേടുമോ? മെഡിക്കൽ പ്രിസ്ക്രിപ്ഷനിലുള്ള മരുന്ന് വാങ്ങി കഴിച്ചു, അത് എഫക്റ്റ് ആവണോ വേണ്ടേ? എഫക്റ്റ് എന്നല്ല വാക്ക്, അഫക്റ്റാണ്, ബാധിക്കാം. അപ്പം ഇതെല്ലാം ഉള്ളിലിരിക്കുന്നൊരു ചൈതന്യമുണ്ട്. ചൈതന്യം പുറത്തല്ല എന്ന് ആദ്യം മനസ്സിലാക്കണം. ഉള്ളിലുള്ള ചൈതന്യം കൊണ്ടാണ് പുറത്തുള്ള ചൈതന്യത്തിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം ഏതായാലും ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ഒന്നുകൂടി പറയാം. പാർശ്വവിപര്യാസം. നമ്മൾക്ക് മുന്നിലുള്ള വിഗ്രഹം നമ്മൾക്ക് ഫേസ് ടു ഫേസ് നിൽക്കുമ്പോൾ നമ്മുടെ റൈറ്റ് ഹാൻഡും ബിംബത്തിൽ അല്ലെങ്കിൽ ഫോട്ടോയിലുള്ള റൈറ്റ് ഹാൻഡും പാർശ്വവിപര്യാസം, ഭാഗങ്ങൾ മാറിയിട്ടാണ്. നേരെ മറിച്ച് അവരവർ ഇരിക്കണ ഇരിപ്പിൽ, നിൽക്കുന്ന നിൽപ്പിൽ കണ്ണടച്ച് നോക്കിയാലോ, പ്രശ്നമില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ഇനി അടുത്തത് 222 സഗര ചരിതം, സഗരന്മാരുടെ ചരിതം. ഒന്നാമത്തെ ശ്ലോകം പറഞ്ഞു. രോഹിതൻ ഹരിതൻ ചമ്പൻ ചമ്പാപുരി ചമച്ചവൻ. രോഹിതൻ ഒരാൾ, ഹരിതൻ ഒരാൾ.
പിന്നെ ഒരാൾ ചമ്പൻ എന്ന് പറഞ്ഞ ആളുണ്ട്. അയാളാണ് മിടുക്കൻ. അയാൾ എന്ത് ചെയ്തു? ചമ്പാപുരി ചമച്ചവൻ ഒരു രാജ്യം തൻ്റെ പേരിലാക്കി. പിന്നെ സുദേവൻ, വിജയൻ, ഭരുകൻ, ഭൃഗൻ, ഇങ്ങനെ വഴിക്ക് വഴിയുള്ളോർകൾ തന്നെയാം. ബാഹുകാഖ്യനും പോരിൽ പേടിച്ചു കാട്ടിൽ താൻ വാണാൻ പ്രിയയോടൊത്തവൻ. ഇതിങ്ങനെ കഥ പറയാണ്. ആദ്യത്തെ 2 ശ്ലോകത്തിലെ ഹൈറാർക്കി പറഞ്ഞു. ഇന്നാളുടെ മകൻ, ഇന്നാളുടെ മകൻ, ഇന്നാളുടെ മകൻ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു വഴിക്ക് വഴിയുള്ളോർകൾ തന്നെയാം. ബാഹുകാക്യൻ എന്ന് പറഞ്ഞ ഒരാളെ പോരിൽ പേടിച്ച് കാട്ടിൽ താൻ വാണാൻ പ്രിയയോടൊത്തവൻ, ഭാര്യയോട് കൂടി. മരിച്ചു ചിതയിൽ കൂടെ ചാടാൻ പത്നി തുടങ്ങവേ. പണ്ടത്തെ കാലത്ത് അങ്ങനെയാണ്. കാരണം ഈ വീണ മരത്തിൽ ഓടിക്കയറാം എന്നൊരു ചൊല്ലുണ്ട്. അപ്പോൾ ഭർത്താവ് മരിച്ചാൽ സ്ത്രീക്ക് വിലയില്ല പണ്ടത്തെ കാലത്ത്. ഇപ്പോഴത്തെ കാര്യം ഞാൻ പറയണില്ല. അപ്പോൾ ആൾക്കാർക്ക് ഒരസഹ്യമായിട്ട് തോന്നും. അതുകൊണ്ടാണ് പണ്ടത്തെ കാലത്ത് ചിതയിൽ കൂടെ ചാടാൻ പത്നി തുടങ്ങവേ ഗർഭമുണ്ടെന്നറിഞ്ഞ് അറുവൻ, അതായത് അവരുടെ ഗുരു, അറുവൻ തടഞ്ഞു മുനിപുങ്കവൻ. മുനിപുങ്കവൻ കേമനാണ് അദ്ദേഹം. എങ്ങനെ എന്താന്നാ പറയുക, ത്രികാലജ്ഞാനിയാണ് അദ്ദേഹം. അതുകൊണ്ടാണ് മനസ്സിലായത്. അല്ലാണ്ട് സ്ത്രീക്കല്ലേ ഗർഭലക്ഷണങ്ങൾ അറിയൂ. അപ്പോൾ ഇദ്ദേഹം മുനിപുങ്കവനാണ്. അതുകൊണ്ട് ഗർഭമുണ്ടെന്നറിഞ്ഞ് അറുവൻ തടഞ്ഞു മുനിപുങ്കവൻ, അതറിഞ്ഞ് വിഷം ചോറിൽ ചേർത്തേകിച്ചു സപത്നികൾ. അപ്പോൾ ഈശ്വരൻ വരം കൊടുത്താലും അല്ലേ, പൂജാരി വരം തരില്ല എന്നൊരു ചൊല്ലുണ്ട്. അതിൽ പല കാര്യങ്ങളുണ്ട്, സാരമില്ല. അപ്പം ഇവിടെ ഈ മരിച്ച ആളുടെ സപത്നികൾ പട്ടമഹിഷിയെ ചാടിയാൽ മതി. അവരെന്ത് ചെയ്തു? അപ്പോൾ ഈ സ്ത്രീ പ്രസവിച്ചാൽ ആ കുട്ടിയാവും രാജാവാവുക. അതിലെ സപത്നി ദുഃഖക്കാരെന്ത് ചെയ്തു? ഇവൾക്ക് ചോറിൽ വിഷം കൊടുത്തു. ഇതെന്ന ചില കാര്യങ്ങളൊക്കെ ഭാഗവതത്തിൽ നിന്ന് ആൾക്കാർ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതുകൊണ്ടല്ലോ. ഇപ്പോൾ ഇന്ന് എറണാകുളത്തെ ഒരു ഫ്ലാറ്റിൽ ഒരു സ്ത്രീ പ്രസവിച്ചു. കുട്ടീനെ ഏതോ ഈ ഫ്ലിപ്കാർട്ടിലോ ആമസോണിൻ്റെ ഒരു കവറിലാക്കിയിട്ട് പൊതിഞ്ഞ് റോഡിലേക്ക് എറിഞ്ഞു. ആലോചിച്ച് നോക്കണം. അതും അനധികൃത ഗർഭം. ഇൻസ്റ്റഗ്രാം മുഖാന്തരം ലോഗിയായിട്ട് പറ്റിയതാണ്. ആലോചിച്ച് നോക്കണം. വീട്ടുകാർക്കൊന്നും അറിയില്ല. കുട്ടി ജോലി സ്ഥലത്താന്ന് പറഞ്ഞിട്ട് നിർത്തി. എന്ത് ചെയ്യും? ഇതെന്താ സംഗതി എന്ന് ചോദിച്ചാൽ, നമ്മുടെ അച്ഛനമ്മമാർക്ക്, ആ കുട്ടിയുടെ അച്ഛനമ്മമാർക്ക് ഭാഗവതം എന്താണെന്ന് അറിയണ്ടാവില്ല, രാമായണം എന്താണെന്ന് അറിയണ്ടാവില്ല, സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ അറിയണ്ടാവില്ല. ഒക്കെ ഒരു തമാശയാണ് ജീവിതത്തിൽ. സീരിയസ് ആവണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വായിച്ച് പഠിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, അതറിഞ്ഞ് വിഷം ചോറിൽ ചേർത്തേകിച്ചു സപത്നികൾ. ഗരത്തോടെ ജനിച്ചുള്ളോനവനാം സഗരൻ നൃപൻ. അവനാണ് സഗരനായത്. അതാണ് സഗരചരിതം. അതായത് ഈശ്വരാധീനുണ്ടെങ്കിൽ കാളകൂട വിഷം കഴിച്ച പരമശിവനാണല്ലോ ഈ തമോ ഗുണപ്രധാനിയായിട്ട് മരണം ലയനത്തിൻ്റെ ആള്. അപ്പോൾ അദ്ദേഹത്തിന് സമയമായിട്ടില്ല എന്ന് മനസ്സിലായി. അങ്ങനെയാണ്. സമയമായിച്ചാൽ മരിക്കും, സമയമായിട്ടില്ലെങ്കിൽ മരിക്കില്ല. വർഷമല്ല, എന്ത് കഴിച്ചാലും ശരി, റോഡിഞ്ചൻ കയറിയാലും ശരി, ആ ധാരണ വേണം. അപ്പോൾ സഗരൻ ഗരത്തോടെ ജനിച്ചുള്ളോനവനാം സഗരൻ നൃപൻ. ഇപ്പോൾ എല്ലാ സ്ഥലത്തും മൂലം ഭാഗവതമാണ്. പ്രത്യേകിച്ച് മലബാറിൽ. ഇപ്പം ഞങ്ങളുടെ നാട്ടിലുണ്ട് മൂലം ഭാഗവതം 15-ാം തീയതി. അപ്പോൾ എനിക്ക് ഒരു ആശങ്കയുണ്ട്, എത്ര ആളുടെ ഗ്രന്ഥം ഉണ്ടാവും.
പക്ഷേ പുസ്തകത്തിൻ്റെ വില അറിഞ്ഞ് അത് വാങ്ങി പ്രചോദനം കൊടുക്കേണ്ട ആൾക്കാർ അതിൽ നിന്ന് ഒഴിഞ്ഞു. അതുണ്ടായത്. എന്നാൽ 10,000 20,000 കൊടുത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊരു ഹോംവർക്ക് ചെയ്യണം നമ്മൾ എല്ലാവരോടും പറഞ്ഞ് ഫോർ എവർ വരും കാലത്തേക്കും ഇത് ഉപകരിക്കണം. ഒരു ക്ലാസ്സൊക്കെ തുടങ്ങണം, എന്നാലല്ലേ ആൾക്കാർക്ക് വായിക്കാൻ അറിയുള്ളൂ. അപ്പം ഇവിടെ പറയണത് സഗരൻ്റെ സുതന്മാരാം സാഗരം തീർത്തതൊഴിയിൽ. സഗരൻ്റെ മക്കളാണ് എന്തുണ്ടായത്? സാഗരം ഉണ്ടാക്കിയത്. അപ്പം ഇതൊക്കെ തെറ്റില്ലാണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ഹൈഹയൻ യവനൻ താലജങ്കൻ ശശകബർബരൻ, ഒരാളുടെ പേരാണ് ശശകബർബരൻ, മൂഢരാം ഇവരെ ചക്രവർത്തിയാം മഹിതാശയൻ. ചക്രവർത്തിയായ മഹാമനസ്സുള്ള മൊട്ടയും മറ്റുമായോരോ തരം വികൃതവേഷരായി. അതായത് സ്വാഭാവികമായിട്ടുള്ള തലമുടി ഇല്ലാത്തൊരവസ്ഥ മൊട്ട എന്നാണല്ലോ പറയുക. അത് ചിലവർ ഈ ഗുണ്ടകൾക്കുണ്ട് തലമുടി മൊട്ടയായിട്ട്. അതുകൊണ്ടാണ് മറ്റുമായോരോ തരം വികൃതവേഷരായി തീർത്താൻ അല്ലാതെ കൊന്നില്ല ഗുരു വന്നരുൾ ചെയ്കയാൽ. അപ്പം ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, രുക്മിയുടെ മീശ പകുതി ചരച്ച പോലെ. രുക്മിണി സ്വയംവരത്തിൽ അല്ലേ? ഇപ്പം എനിക്ക് ചിലപ്പോൾ തോന്നും നമ്മളിങ്ങനെ ഒന്നും അറിയാതെ കണ്ട് ഈശ്വരനെ അനുമോദിച്ചു കൊണ്ട് പോണതിന് പകരം ഈശ്വരനെ അനുകരിക്കുമ്പോൾ രുക്മിണി സ്വയംവരം വേണം. അപ്പോൾ ഇതും വേണ്ടേ? രുക്മിണിയുടെ മീശ പകുതി ചരയ്ക്കുക. അപ്പോൾ ഭാഗവതത്തിൻ്റെ അർത്ഥം അറിഞ്ഞിട്ടല്ല നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യണത്. എന്നാൽ തുടക്കത്തിൽ ഞാനും ഇത് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ സ്വാതന്ത്ര്യം കിട്ടിയ പിന്നെ, എന്താ സ്വാതന്ത്ര്യം കിട്ടിയ പിന്നെ? എൻ്റെ ഗുരുനാഥൻ മരിച്ചതിൻ്റെ ശേഷം ഞാൻ കുറേ കൂടി പരിപക്വമായി കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഞാൻ അതിനെതിരായിരുന്നു. നാമം ചൊല്ല ആ സമയത്ത് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, കലിസന്ധരണോപനിഷത്ത് ചൊല്ലിയിട്ട് ദീപാരാധന കഴിച്ച് അവസാനിപ്പിക്കാം. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ഗുരു പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഇന്നത്തെ കാലത്തോ ആര് പറഞ്ഞാലാ കേൾക്കുക? അപ്പോൾ ആ മഹാൻ അശ്വമേധങ്ങൾ കൊണ്ടു യജ്ഞസ്വരൂപനെ യജിച്ചാൻ അറുവാൻ ആചാര്യൻ ഉപദേശിച്ച മാതിരി. ഗുരുവിൻ്റെ ഉപദേശപ്രകാരം അദ്ദേഹം ധാരാളം അശ്വമേധയാഗങ്ങളൊക്കെ ചെയ്തു. യജ്ഞാശ്വത്തെ കവർന്നാൻ അസൂയാലു പുരന്ധരൻ. എന്നാൽ ഈ അശ്വമേധം കുറേ ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു അവസാനം എന്ന് പറയാൻ പാടില്ല, ഒരശ്വമേധത്തിൽ കഴിഞ്ഞ അശ്വമേധത്തിൽ അത് പറയാ, കഴിഞ്ഞ എപ്പിസോഡെന്ന് പറഞ്ഞ മാതിരി ഇന്ദ്രൻ ആ യജ്ഞ അശ്വത്തെ കട്ടു. അതാണ് യജ്ഞാശ്വത്തെ കവർന്നാൻ അസൂയയാൽ പുരന്തരൻ സുമതി പുത്രർ 60,000 പേരുമങ്ങുടൻ. അപ്പോൾ ഈ ചക്രവർത്തിക്ക് 60,000 കുട്ടികളുണ്ട്. ശ്രദ്ധിക്കണം. അവരെന്ത് ചെയ്തു? അച്ഛൻ്റെ വാക്കാൽ അശ്വത്തെ ആരാഞ്ഞ് ഊഴിമുഴുക്കയും കിളച്ചു. എങ്ങനെയാണ് ഈ സമുദ്രം ഉണ്ടായതെന്നാണ്. സമുദ്രം എങ്ങനെ ഉണ്ടായി? ഇത് കഥയാണോ? പിന്നെ അതൊന്നും നമ്മൾ നോക്കണ്ട. നമ്മളൊരു ആദ്യം ബി എ ഗുഡ് ലിസണർ. നല്ലൊരു ലിസണർ ആകുമ്പോൾ നമുക്കിത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ബാലാഗ്ര ശതഭാഗസ് വിസ്തരസ് ഏകോ ജീവ പ്രമാണം കൊണ്ട് എന്നിലും നിങ്ങളിലുള്ള ജീവൻ ആണ് ബ്രഹ്മം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് രക്ഷപ്പെടാം. പക്ഷെ ഇപ്പോൾ നമ്മൾ രക്ഷപ്പെടാണ്ടിരിക്കാനുള്ള കാരണം എന്താ? ഞാൻ വേറെ ഈശ്വരൻ വേറെ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവിടെ
സുമതി പുത്രർ 60,000 പേരും മങ്ങുടൻ അച്ഛൻ്റെ വാക്കാൽ അശ്വത്തെ ആരാഞ്ഞ ഊഴിമുഴുക്കയും കിളച്ച് കണ്ടു പാതാളത്തിങ്കൽ കുതിര നിൽപ്പതായി. പാതാളത്തിൽ ഈ കുതിര നിൽക്കട് കണ്ടു. മാത്രമല്ല കപിലൻ അരുകത്ത് ഈശകോണിലോതി സമസ്തരും. കപിലൻ അരുകത്ത് ഒരാളവിടെ ഉണ്ട്, കപിലൻ എന്ന് പറഞ്ഞിട്ട്. ഈശകോണിലോതി സമസ്തരും കള്ളൻ കുതിരയെ കട്ടു കണ്ണും ചിമ്മിയിരിക്കയാം. അദ്ദേഹം തപസ്സനുസരിച്ചിരിക്കുക. അപ്പോൾ ഈ കുട്ടികൾ ഈ കുതിരയെ വീണ്ടെടുക്കാനുള്ള താല്പര്യത്തിൽ ബാക്കിയൊക്കെ മറന്നു, മായയിൽ കുടുങ്ങി. ഇത് കള്ളൻ കണ്ണ് ചിമ്മിയിരിക്കുകയാണ് നമ്മളെ കണ്ടപ്പോൾ, കുതിരേനെ അടുത്ത് കെട്ടിയിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കൊല്ലണം പാഞ്ഞു പോമെന്നും മറ്റും പാവങ്ങൾ ചൊൽകയാം. ചിലവർ അവനെ കൊല്ലുക, അല്ലെങ്കിൽ അവൻ നമ്മുടെ കണ്ണ് വെട്ടിച്ച് ഓടിപ്പോവും. അങ്ങനെ സന്ദർഭോചിതമായിട്ടൊക്കെ ശരിയാണ്, പക്ഷെ ധാർമ്മികമായിട്ട് നോക്കുമ്പോൾ അതൊന്നും ശരിയല്ല. ആവിധം ബഹളം കേട്ടു മുനീന്ദ്രൻ കൺമിഴിക്കവേ തൻ തനുജ്വാലയാൽ തന്നെ തൻ്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെട്ട തീജ്വാല കൊണ്ട്, അദ്ദേഹം തീജ്വാലയൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഈശ്വരഹിതം എന്ന് വിചാരിച്ചോളൂ. ഈശ്വരഹിതം എന്ന് വിചാരിക്കാൻ എന്താ കുഴപ്പം? അപ്പോൾ ആ കപില മഹർഷി ഇത് തുടങ്ങി പറയാം. അപ്പോൾ കള്ളൻ കുതിരയെ കട്ടു കണ്ണും ചിമ്മിയിരിക്കയാം. അപ്പം ഞാനവിടെ എഴുതി വെച്ച് അജ്ഞത കൊണ്ടാണല്ലോ ഇങ്ങനെ ആരോപണങ്ങൾ ചെയ്യണത് അല്ലേ. ഇപ്പോൾ ഇഷ്ടമില്ലാത്ത കുട്ടി തൊട്ടതൊക്കെ കുരുത്തക്കട എന്നൊരു ചൊല്ലുണ്ട്. അങ്ങനെയാണ് എന്ത് കാര്യമാണെങ്കിലും ശരി. ഇപ്പോൾ ഒരു വീട്ടിലൊരു കല്യാണം നടക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഭാഗം നടക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സപ്താഹം നടക്കുകയാണ്, എല്ലാ സമയത്തും ചില ആൾക്കാരുണ്ടാവും തുരങ്കം വയ്ക്കാൻ സന്നദ്ധരായിട്ട്. ആവിധം ബഹളം കേട്ടു മുനീന്ദ്രൻ കൺമിഴിക്കവേ തൻ തനുജ്വാലയാൽ തന്നെ വെണ്ണീറായി തീർന്നു സർവരും. 60,000 ആൾക്കാരും ഭസ്മായി. അപ്പം എന്തായി? തങ്ങൾ കണഞ്ഞതാം തെറ്റുതിരുത്താതഭിവന്യനെ. തങ്ങൾ കണഞ്ഞതാം തെറ്റ്. അവർക്ക് തെറ്റ് പറ്റിയെന്ന് അവർക്ക് പിന്നെ മനസ്സിലാവണതേ. അതായത് ഇദ്ദേഹത്തിനെ ലഹള കൂട്ടി ഉണർത്തേണ്ടിയിരുന്നില്ല. വേണമെങ്കിൽ അവർക്ക് ആ കുതിരയായിട്ട് പോയാൽ പോരെ. കണ്ണ് ചിമ്മിരിക്കുന്ന ആളല്ല, കാണില്ലല്ലോ. ഈ ബഹളം വയ്ക്കാരനല്ല അദ്ദേഹം കണ്ണ് തുറന്നത്. അപ്പം അസമയത്ത് ബഹളം വയ്ക്കരുത് എന്നുള്ളൊരു ഗുണപാഠമുണ്ട്. അമ്പലത്തിൽ നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ നടന്നാൽ അവിടെ ബഹളം വയ്ക്കരുത്, മൗനമായിട്ട് പുറത്ത് വരിക. എവിടെയാണെങ്കിലും ശരി, വീട്ടിൽ തൽക്കാലം പുറത്തേക്ക് വരിക, ആര് ലഹള കൂട്ടിയാലും ശരി. തങ്ങൾ കണഞ്ഞതാം തെറ്റ് തിരുത്താതെ അഭിവന്യനെ, അതായത് വന്ദിക്കപ്പെടേണ്ടവനെ നമ്മൾ നിന്ദിക്കാൻ പാടില്ല. അതെപ്പോഴാണ് മനസ്സിലാവുക? തെറ്റ് മനസ്സിലായാൽ ക്ഷമ യോജിക്കണം എന്നാ. ഞങ്ങൾക്ക് തെറ്റ് പറ്റില്ല അത് ഒരിക്കലും പറയരുത്. വണങ്ങാതെ അവമാനിച്ച പാപമട്ടിലുള്ളതാം, വണങ്ങാതെ അവമാനിച്ച പാപം ആ മട്ടിലുള്ളതാം. അതൊക്കെ നമുക്ക് പറ്റും. ഇപ്പം നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോവുകയാണെന്ന് വിചാരിക്കുക. ചിലവർ പദം വെച്ച് പ്രദക്ഷിണം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ചിലവർ അവരെ പരിഹസിക്കും, ചിലവർ കപ്പിൾസ് വരുന്നുണ്ടാവും. ചിലപ്പോൾ ഐദർ സ്പൗസ് കുറച്ച് തടി കൂടിയേ അങ്ങനെയൊക്കെ ഉണ്ടായിന്ന് വരും. അപ്പോൾ നമ്മുടെ ഉള്ളിലെ പരിഹാസം തോന്നിയാൽ നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യം നമ്മളെ ശപിക്കും. ഇതാണ് പ്രശ്നം. അപ്പോൾ നമ്മൾക്ക് എന്ത് വേണം? സമചിത്തത, സംയമന മനോഭാവം. ഏത് പ്രതികൂല സാഹചര്യത്തിലും നമ്മൾ ഡൗൺ ആവാൻ പാടില്ല, ആലോചനാശക്തി നഷ്ടം വരാൻ പാടില്ല. അപ്പോൾ വണങ്ങാതെ അപമാനിച്ച പാപം മാമട്ടിലുള്ളതാം. പിന്നെ പറഞ്ഞു 14ാമത്തെ ശ്ലോകം, നൃപനാശം മഹാത്മാവിൻ നൃപനാശം. എന്താ പറയുക, മഹാകേമനായിട്ടുള്ള ആള്
അപ്പോൾ നൃപനാശം മഹാത്മാവിൻ കോപത്താലെന്നു മൂഢരാം. അതായത് ഈ രാജാവിൻ്റെ കുതിര നഷ്ടം വന്നത് ഈ മഹാത്മാവിൻ്റെ കോപത്താലാണെന്ന് മൂഢന്മാരായിട്ടുള്ളവർ ചൊൽവതാം മട്ടഴും ദോഷം വിശ്വപാവനശീലരിൽ. വിശ്വപാവനം, വിശ്വത്തിൻ്റെ പരിപാവനതയുള്ള ആൾക്കാരിൽ ശീലിച്ചിട്ടുള്ളവരിൽ നമ്മൾ കുറ്റം ആരോപിക്കരുത്. അറിയാതെ കണ്ട് കുറ്റം ആരോപിക്കരുത്. അറിഞ്ഞാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ചളി കണ്ടാൽ മാറി നടക്കാവുന്നൊരു പ്രമാണമുണ്ട്. അപ്പോൾ പറഞ്ഞു വിശ്വപാവനശീലരിൽ വരാന്ന അടുത്ത ശ്ലോകം കൂടി കൂട്ടി വായിക്കണം. അതായത് ചൊൽവതാമെട്ടഴും ദോഷം വിശ്വപാവനശീലരിൽ വരാ. അതായത് മഹത്വക്കൾ ഒരിക്കലും ഒരാളെയും നിന്ദിക്കില്ല. മൺപൊടിയാലെന്നും ഇരുണ്ടിടില്ല വാനിടം. പൊടിപടലങ്ങൾ സദാസമയത്തും അന്തരീക്ഷത്തെ മലിനമാക്കുമോ? ഇല്ല. എപ്പോഴെങ്കിലും കാറ്റ് അടിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ അല്ലേ? അതും കൊടുങ്കാറ്റടിക്കുമ്പോഴേ ഉള്ളൂ. കൊടുങ്കാറ്റടിക്കുമ്പോഴേ ഉള്ളൂ. മൺപൊടിയാലെന്നും ഇരുണ്ടിടില്ല വാനിടം. അപ്പോൾ ഇതൊക്കെ വായിക്കണം. ഇത് വായിക്കാതെ കൊണ്ട് നമ്മൾ സപ്താഹത്തിന് മാമുണ്ടിട്ട് പോന്നിട്ട് എന്താ കാര്യം? ഈശ്വരീയത എങ്ങനെ മനസ്സിലാക്കുക? അപ്പോൾ പറഞ്ഞു മൺപൊടിയാലെന്നും ഇരുണ്ടിടില്ല വാനിടം കോപാദികളൊടുക്കില്ല ഭഗവൻ കപിലർഷിയിൽ. ഇത് സാക്ഷാൽ കപിലോപാഖ്യാനം ചെയ്തിട്ടുള്ള ആളാണ്. കോപാദികൾ അടുക്കില്ല ഭഗവാൻ കപിലർഷിയിൽ. അപ്പോൾ ഇപ്പോൾ ഉണ്ട് ചിലവർ ബൈ ചാൻസ് സന്യാസിമാരായിട്ടുണ്ടാവും. അവർക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗം പഠിച്ച് അവർ സന്യാസം സ്വീകരിച്ചിട്ടുണ്ടാവും. ബാക്കി പുരാണങ്ങളോ ഇതിഹാസങ്ങളോ പറഞ്ഞവരെ അവർക്ക് വെറുപ്പ് തോന്നും. കാരണം അവരിത് വായിച്ചിട്ടില്ല, അത്രയേ ഉള്ളൂ. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. പക്ഷേ ഞാൻ അത് തക്കതായ മറുപടി കൊടുത്ത് നിർത്തി. കാരണം ഞാൻ റെഫറൻസ് കൊടുക്കും. ഞാൻ പോസ്റ്റ് എന്തിട്ടാലും വിഷ്ണു പുരാണം വെച്ചാൽ വിഷ്ണു പുരാണം, പത്മപുരാണെങ്കിൽ പത്മപുരാണം വിത്ത് പേജ് നമ്പർ. അതിനാണ് ഞാൻ ഇടില്ല. എനിക്ക് കൺവിൻസ് ആവാത്തത് ഞാൻ ഇടില്ല. അപ്പം ഞാൻ മഹാഭാരതം 6 വോളിയം ഇൻക്ലൂഡിങ് എന്താ പറയുക ഹരിവംശം വായിച്ചു പഠിച്ചു. അതിൽ അനുശാസനക്കുറവുണ്ട്. നമ്മളെ എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എനിക്ക് എന്താണെന്ന് പറയുക, ഞാൻ നിർഭയം എന്താ ഈ പുരാണങ്ങൾ ഇതിഹാസങ്ങൾ വായിച്ചാലത്തെ ഗുണം എന്ന് ഈ ഉപനിഷത്തുകളിൽ ശിഷ്യന്മാർ ഗുരുനാഥനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് നിർഭയത്വം. വേറൊന്നുമില്ല. ഒരു പ്രാവശ്യം നമ്മൾ മരിക്കുള്ളൂ. എപ്പോഴും മരിക്കും എന്ന് വിചാരിക്കരുത്. അത് ദൈവം നിശ്ചയിച്ചിട്ടുള്ളതാണ് എങ്ങനെ മരിക്കണം എന്നുള്ളത്. അതിന് ചിലവർ നിമിത്തമായി എന്ന് വരാം. അതും നമ്മുടെ ഭാഗത്തല്ല, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ കോപാദികളുടെക്കെല്ലാ ഭഗവാൻ കപിലർഷിയിൽ സാങ്ക്യമാം കപ്പലാലെന്നും സംസാരാബ്ധി കടത്തോൻ. അതായത് സാങ്ക്യശാസ്ത്രപ്രകാരം അല്ലെങ്കിൽ കപില ഉപാഖ്യാനം എന്നുള്ളതൊരു കപ്പലാണെന്ന് വിചാരിക്കുക. ആ കപ്പലിൻ്റെ സഹായത്തിൽ ഒരുപാട് ആൾക്കാരെ സംസാര സാഗരം തരണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് സാങ്ക്യമാം കപ്പലാലെന്നും സംസാരാബ്ധി കടത്തുപോൻ പാരിൻ്റെ ശത്രുമിത്രാദി ഭേദഭാവങ്ങൾ കാണുമോ. പാരിൻ്റെ ഈ ഭൂമിയിലുള്ള ആൾക്കാരുടെ ശത്രുമിത്രാദി ഭേദഭാവങ്ങൾ കാണുമോ. കേശിനിക്കുളവായോനാം, കേശിനിക്ക് പിറന്നവൻ എന്നർത്ഥം. കേശിനി എന്ന് പറഞ്ഞ ആൾക്ക് കേശിനിക്കുളവായോനാം സകരൻ അസമജ്ജസൻ. സകരൻ അസമജ്ജസൻ സമജ്ജസൻ എന്നല്ല, അസമജ്ജസൻ എന്നാ. അതായത് പൊരുത്തപ്പെട്ടു പോവാത്തവൻ. അംശുമാൻ എന്നതൻ പുത്രൻ മുത്തച്ഛനത്രയും പ്രിയൻ
കേശിനിക്കുളവായോനാം സകരന് അസമഞ്ജസൻ. അത് ഒരാളുടെ പേരാട്ടോ, സോറി. അസമഞ്ജസൻ എന്നുള്ളത് പേരാണ്, നമ്മൾ എഴുതി വെക്കാം നെയ്മാണ് എന്നുള്ളത്. കാരണം അല്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടോ, അത് കഴിഞ്ഞിട്ട് അംശുമാൻ എന്നതൻ പുത്രൻ മുത്തച്ഛനത്രയും പ്രിയൻ, അങ്ങനെ ഉണ്ട്. അസമഞ്ജസനേവർക്കും വെറുപ്പേകും പ്രവൃത്തിയാൽ. അപ്പം ഞാൻ പറഞ്ഞത് ശരി തന്നെയാണ്. അതൊരു വെർബായിട്ട് എടുത്താൽ പൊരുത്തപ്പെടാത്തവണ്ണാണ്. അപ്പം അസമഞ്ജസൻ ഏവർക്കും വെറുപ്പേകും പ്രവൃത്തിയാൽ, എല്ലാവർക്കും ഗുണം ദോഷം മാത്രമേ ഉള്ളൂ. ആറ്റിലേക്കെറിയും വക്കിൽ കളിക്കുന്ന കിടാങ്ങളെ. വല്ല തോട്ടിൻ്റെ പക്കത്തോ കുളത്തിൻ്റെ പക്കത്തോ നദീ തീരത്തൊക്കെ കളിക്കുകയാണെങ്കിൽ കുട്ടികളെ എടുത്ത് വെള്ളത്തിലേക്ക് ഇടും. അവനെന്താ നഷ്ടം? അയാൾക്ക് എന്താ നഷ്ടം? ഇന്നുണ്ട് അതൊക്കെ. റോട്ടിലേക്ക് ഇടാന്നുണ്ടെങ്കിൽ വെള്ളത്തിലേക്ക് ഇട്ടൂടെ? ഇതിപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് പറയുണ്ടായി, ഒരു പോഷ് ഫ്ലാറ്റിൽ നിന്ന് പ്രസവിച്ച് പൊക്കിൾ കൂടി കെട്ടിയിട്ടില്ല, എടുത്തെറിഞ്ഞു. എന്ത് ചെയ്യാൻ പറ്റും? അർഹതയില്ലാണ്ട് ജനിക്കുക, പ്രോപ്പറായിട്ട് വിവാഹം കഴിഞ്ഞ് അച്ഛനമ്മമാരെ അറിയാണ്ടൊക്കെ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ സ്ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കാഴ്ചപ്പാടിൽ ക്രിസ്റ്റൽ ക്ലിയർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രതിമയാണ്. അത് താഴ്ത്ത് വയ്ക്കരുത്, തലയിൽ വയ്ക്കരുത്. അതാണ് മനുസ്മൃതിയിൽ എന്താ പറഞ്ഞത്? മനുസ്മൃതിയിൽ പറഞ്ഞ് അച്ഛനാലും സഹോദരനാലും ഭർത്താവിനാലും പുത്രനാലും സംരക്ഷിക്കപ്പെടേണ്ടവളാണ് സ്ത്രീ. സ്വാതന്ത്ര്യത്തിന് അർഹത എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ശരിക്ക് പുരുഷനാണ് സ്വാതന്ത്ര്യം ഇല്ലാത്തത്. ആ വാക്ക് നമ്മൾ മനസ്സിലായിട്ടില്ല. അത് സംസ്കൃത വാക്കാണ്. ലക്ഷണപ്രകാരം അർത്ഥം കൽപ്പിക്കണം അതിന്. എപ്പോഴും പരിരക്ഷിക്കേണ്ടവളെന്ന അർത്ഥേ. എപ്പോഴും പരിരക്ഷിക്കേണ്ടവളെന്നുള്ള അർത്ഥം അറിയാത്തത് കൊണ്ട് ഈ വാക്കാർത്ഥം ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോഴാണ് സ്ത്രീ സ്വാതന്ത്ര്യത്തിന് അർഹതി എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് തലമുടി വളർത്താൻ അധികാരമില്ല, നഖം വളർത്താൻ സ്വാതന്ത്ര്യമില്ല, എന്നാൽ കല്യാണം കഴിക്കേണ്ട, ഒക്കെ സമമാണ്. അതെങ്ങനെ ഒക്കെ സമാവുക? ആടും പെണ്ണും ഡ്രസ്സിൽ സമമായിട്ട് വല്ല കാര്യമുണ്ടോ? ഈശ്വരൻ സ്ത്രീകളെ പ്രസവിക്കൽ അവർക്ക് മാത്രമേ ഉള്ളൂ, പുരുഷന് പറ്റില്ല. എന്നാൽ കഥയിൽ തത്വസംഹിതകൾ മനസ്സിലാക്കാൻ വേണ്ടി പലതും പറയും. അപ്പം ഇവിടെ അസമഞ്ജസൻ ഏവർക്കും വെറുപ്പേകം പ്രവർത്തിയാൽ ആറ്റിലേക്കെറിയും വക്കിൽ കളിക്കുന്ന കിടാങ്ങളെ. ഇനി അടുത്ത 19. വാട്ട് എ ട്രിക്ക്. ഞാൻ ഒരു കമൻറ്റ് ചെയ്തിരുന്നെ, ഇനി അതെന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഞാനത് എൻസർക്കിൾ ചെയ്തിട്ടുണ്ട്. സംഘത്താൽ പൂർവജന്മത്തിൽ യോഗം ഭ്രംശിച്ച തോർപ്പവൻ ആരും സ്നേഹിച്ചിടായ്വാൻ ഈ വിധം ചെയ്യുന്ന പുത്രനെ. ഓരോരുത്തരുടെ സ്വഭാവം മുൻജന്മ ദുരിത സുഹൃതങ്ങൾ കണക്കാക്കിയിട്ടാണ്. ഒരാൾ ധനവാനാവുക, ഒരാൾ പാപ്പരാവുക, ഒരാൾ ദേഷ്യമുള്ള ആളാവുക, ഒരാൾ വിനയാന്വിതനാവുക. ഇതൊക്കെ കർമ്മഫലം കൊണ്ടുണ്ടാവുന്നതാണ്. അതാണ് പറഞ്ഞത് സംഘത്താൽ പൂർവജന്മത്തിൽ യോഗം ഭ്രംശിക്കുക. യോഗം എന്ന് പറഞ്ഞാൽ ഭക്തിയോഗം തന്നെ പറയണം, കർമ്മയോഗം എന്ന് പറയാം, പക്ഷേ ഭക്തിയോഗം. അപ്പോൾ യോഗം ഭ്രംശിച്ചതോർപ്പവൻ ആരും സ്നേഹിച്ചിടായവാൻ ഈ വിധം ചെയ്യുന്ന പുത്രനെ അച്ഛൻ പോലും ഉപേക്ഷിക്കേ സരയൂ നദിയിൽ ക്ഷണം. സരയൂ നദിയിലാണ് ഇട്ടത്. ക്ഷണം ചെന്നു പോയൊരു കുഞ്ഞുങ്ങളെ തൻ യോഗശക്തിയാൽ. അപ്പം തൻ്റെ മകൻ ചെയ്യുന്ന ദുർവൃത്തികൾ അച്ഛന് മനസ്സിലായി. പക്ഷെ അച്ഛൻ മഹാകേമനാണ്. എന്താ കാര്യം? കാരണം നമ്മളൊക്കെ സെപ്പറേറ്റ് എൻറ്റൈറ്റീസാണ്. വിവാഹം കഴിഞ്ഞാലും ശരി, കഴിഞ്ഞില്ലെങ്കിലും ശരി. അത് മനസ്സിലാക്കാൻ സാധിക്കണം. അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഭാഗവതം സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ ക്ഷണം ചെന്നു പോയൊരു കുഞ്ഞുങ്ങളെ തൻ യോഗശക്തിയാൽ വരുത്തി അത്ഭുതപ്പെട്ട അയോധ്യാപുരവാസികൾ. കാരണം ഈ സരയൂ നദിയുടെ തീരത്താണ് ഈ ശ്രീരാമൻ്റെ അയോധ്യ. അതാണ് പറഞ്ഞത്. അപ്പോൾ അത്ഭുതപ്പെട്ട അയോധ്യാപുരവാസികൾ പശ്ചാത്തപിച്ചു സകരൻ.
പശ്ചാത്താപം ഉണ്ടായി. പിരിഞ്ഞാൻ അസമഞ്ജസൻ വിട്ടുപോയി. രാജാവ് ചൊല്ലിയ അഫന്മാർ കൊഴിച്ച വഴിയൂടവേ. രാജാവ് ചൊല്ലിയ അതായത് ഇദ്ദേഹത്തിൻ്റെ ചെറിയച്ഛന്മാരെ കൊഴിച്ച വഴിയൂടവേ അംശുമാൻ ചെന്നു കണ്ടെത്തി അശ്വം വെണ്ണീറിൽ നിൽപ്പതായി. അശ്വം മരിച്ചിട്ടില്ല, കുതിര മരിച്ചിട്ടില്ല. കാരണം കുതിര തെറ്റ് ചെയ്തിട്ടില്ല. കപില മഹർഷിയുടെ ശരീരത്തിൽ നിന്ന് ഉൽപ്പന്നമായ തീയെ ആരാണ് ബഹളം വെച്ചത്? അവരെ മാത്രമേ എന്താ പറയുക ദഹിപ്പിച്ചുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് രാജാവ് ചൊല്ലിയ അഫന്മാർ അതായത് തന്നിൻ്റെ മുൻഗാമികളെ കൊഴിച്ച വഴി. ശരിക്കും ഈ നമ്പൂതിരി സമ്പ്രദായത്തിൽ അപ്പൻ എന്ന് പറഞ്ഞാൽ ചെറിയച്ചെന്ന. അപ്പോൾ കൊഴിച്ച വഴിയോടവേ അംശുമാൻ ചെന്നു കണ്ടെത്തി അശ്വം വെണ്ണീറിൽ നിൽപ്പതായി. അടുത്തു താനിരുന്നീടും ഭഗവാൻ കപിലർഷിയെ നമസ്കരിച്ചു കൈകൂപ്പി വാഴ്ത്തിനാൻ അംശുമാൻ മഹാൻ. അതാണ്. അപ്പോൾ 60,000 ആൾക്കാർ പോയവർ മണ്ടന്മാരായി. ഇദ്ദേഹം ഒരാളെ ഉള്ളൂ വിചാരിച്ചാലും പ്രാപ്യസ്ഥാനത്ത് എത്തി. അദ്ദേഹം ഉത്തമനായിരുന്നു. അതുകൊണ്ട് ഋഷീനെ നമസ്കരിച്ചു. അതോടുകൂടി ദുരിതങ്ങളൊക്കെ മാറി. ഇനി കഥ വരും. ഈ അംശുമാൻ്റെ മകനായിട്ടുള്ള എന്താ പറയുക എന്താ പേര്, ഗംഗേനെ തപസ് ചെയ്ത് പ്രത്യക്ഷമാക്കിയിട്ട് ഗംഗേനെ ഈ സ്ഥലത്തു കൂടെ ഓടിച്ച് ഈ 60,000 ആൾക്കാർക്ക് ജീവൻ വയ്ക്കുന്ന ഭാഗമുണ്ട്. അപ്പോൾ ഏതായാലും ഇവിടെ നിർത്താം. അടുത്തു താനിരുന്നീടും ഭഗവാൻ കപിലർഷിയെ നമസ്കരിച്ചു കൈകൂപ്പി വാഴ്ത്തിനാൻ അംശുമാൻ മഹാൻ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും ശ്രീഹരിയുടെ അനുഗ്രാസുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.